ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ മീഷോന്ന് വാങ്ങിയിട്ടുള്ള കുറച്ച് യൂസ്ഫുൾ ആയിട്ടുള്ള ഐറ്റംസാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതാ ഫസ്റ്റ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് വുഡിൻ്റെ ട്രേ ആണ്. ഇത് എന്താ പറയുക, അത്യാവശ്യം നല്ല ക്വാളിറ്റി വുഡാണ്. നല്ല ഫിനിഷിംഗ് ഒക്കെ ആയിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ട്. അടുത്ത പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഒരു ഗ്ലാസിൻ്റെ ഓയിൽ ബോട്ടിലാണ്. ഇതിൻ്റെ കൂടെ തന്നെ ഒരു ഫണലും കൂടെ വരുന്നുണ്ട്. എല്ലാ പ്രോഡക്റ്റിൻ്റെയും റേറ്റ് ഞാനിതാ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. ഇത് ഗ്ലാസ്സിലാണ് വന്നിട്ടുള്ളത്. ഇത് 500 ml ബോട്ടിലാണ്. ഇതിൻ്റെ ക്ലോസിങ് ഒരു റബ്ബറിൻ്റെ എന്താ പറയുക, ഒരു ലെതർ പോലത്തെ ഒരു ക്ലോസിങ് ആണ്. ഇതിൻ്റെ മേലെ തന്നെ നോസിലിനൊരു ചെറിയൊരു ക്യാപ്പ് ഉണ്ട്. അത് വെച്ചിട്ട് നമുക്ക് ലോക്ക് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ കൂടെ തന്നെ 120 ml 4 ഗ്ലാസിൻ്റെ ചെറിയ ജാറും കൂടെ വരുന്നുണ്ട്. ഇത് സ്പൈസസ് ഒക്കെ ഇട്ട് വെക്കാൻ പറ്റിയ നല്ലൊരു ഐറ്റം കൂടിയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പ്ലീസ്. അടുത്ത പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഒരു കണ്ടെയ്നറാണ്. ഇത് 4 ഭാഗങ്ങളായിട്ടാണ് ഈ കണ്ടെയ്നർ വരുന്നത്. ഇതിൻ്റെ മെറ്റീരിയൽ വന്നിട്ടുള്ളത് പ്ലാസ്റ്റിക് ആണ്. ഇതിൽ സ്പൈസസ് ഒന്നും ഇട്ട് വെക്കാൻ പറ്റില്ല. പയർ, കടല അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ ഇട്ട് വെക്കാൻ പറ്റും. അടുത്ത പ്രോഡക്റ്റ് എന്ന് പറയുന്നത് കാസ്ട്രോളാണ്. 2500 ml ഒരു കാസ്ട്രോളാണ്. ഇതിൻ്റെ മെറ്റീരിയൽ വന്നിട്ടുള്ളത് സ്റ്റെയിൻലെസ് സ്റ്റീലാണ്. ഇതിനൊരു ചെറിയൊരു ഡാമേജ് ഉള്ളത് കൊണ്ട് തന്നെ ഞാനിത് റിട്ടേൺ ചെയ്തു. ഇനി ഇത് അടുത്ത പ്രോഡക്റ്റ് 6 ബൗൾ വരുന്നൊരു സെറ്റാണ്. ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത് സ്റ്റെയിൻലെസ് സ്റ്റീലാണ്. ഈ 6 ബൗളും വേറെ വേറെ സൈസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിൽ കറിയൊക്കെ ഒഴിച്ചു വെക്കാൻ പറ്റും. പിന്നെ ചപ്പാത്തി, പത്തിരിയൊക്കെ കുഴക്കാൻ പറ്റിയ ഒരു ബെസ്റ്റ് ഒരു ബൗളാണ്. കേക്കൊക്കെ ബേക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ഇത് യൂസ്ഫുൾ ആയിരിക്കും. അടുത്ത പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഒരു കട്ടിംഗ് ബോർഡാണ്. ഇതിൻ്റെ മെറ്റീരിയൽ വന്നിട്ടുള്ളത് സ്റ്റെയിൻലെസ് സ്റ്റീലാണ്. ഈ ഒരു പ്രൈസിന് വർത്തായിട്ടാണ് എനിക്ക് തോന്നിയത്. അടുത്ത പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു സിലിക്കോണിൻ്റെ ഗ്രിപ്പറാണ്. ഇത് ഹീറ്റ് റെസിസ്റ്റൻ്റ് ആണ്. ഈ ഒരു പ്രൈസിന് എനിക്ക് വർത്തായിട്ടാണ് തോന്നിയിട്ടുള്ളത്. നെക്സ്റ്റ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് കട്ട്ലറി ഹോൾഡറാണ്. ഇതിൻ്റെ മെറ്റീരിയൽ വന്നിട്ടുള്ളത് ഹൈ മെറ്റലാണ്. ഇതിൻ്റെ കൂടെ തന്നെ ടവൽ ഹാങ് ചെയ്യാൻ പറ്റിയ ഒരു സ്പേസും കൂടെ ഉണ്ട്. ഇത് നല്ലൊരു അടിപൊളി പ്രോഡക്റ്റാണ്. ഇനി ഇതാ നെക്സ്റ്റ് പ്രോഡക്റ്റ് ഒരു ലക്ഷറി ലുക്ക് തോന്നിക്കുന്ന ഗോൾഡൻ കളറിൽ വരുന്ന ഫോർക്കും സ്പൂണുമാണ്. ഇതിൻ്റെ കളറ് വന്നിട്ടുള്ളത് ഗോൾഡാണ്. ഇതിൻ്റെ മെറ്റീരിയൽ സ്റ്റെയിൻലെസ് സ്റ്റീലാണ്. രണ്ടും കൂടെ വന്നിട്ടുള്ളത് 12 പീസാണ്. ഇതുവരെ കാണിച്ച പ്രോഡക്റ്റെല്ലാം ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് 3 മാസത്തിലേറെയായി. ഒരു എന്താ പറയുക, ഒരു ഡാമേജോ ഒരു കളറ് ഫെയ്ഡ് ആവുകയോ ഒന്നും ചെയ്തിട്ടില്ല. നെക്സ്റ്റ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് കിച്ചൺ സിങ്ക് സ്പോഞ്ച് ഹോൾഡറാണ്. ഇതിൻ്റെ മെറ്റീരിയൽ വന്നിട്ടുള്ളത് സ്റ്റെയിൻലെസ് സ്റ്റീലാണ്. ഇതെന്താ പറയുക, നല്ലൊരു ഹെവി ആയിട്ടുള്ളൊരു മെറ്റീരിയലും കൂടിയാണ്. ഇത് സ്ക്രബ്ബർ, സോപ്പ് അങ്ങനെയൊക്കെ ഹോൾഡ് ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളി ഒരു ഐറ്റം കൂടിയാണ്.